വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ കുറേ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദ ടോപ്പിക് ലൂപ്സ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് എ ലൂപ്പ് ആക്ച്വലി? എ ലൂപ്പ് ഈസ് നത്തിങ് ബട്ട് എ സ്റ്റേറ്റ്മെന്റ് which is used for repeatedly executing a group of statements while a condition is true. ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ കുറേ അധികം സ്റ്റേറ്റ്മെന്റ്സോ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ എന്ത് വിളിക്കുക? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലൂപ്സ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ലൂപ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന് 4 പാർട്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതൊക്കെയാണ് ആ പാർട്സ്? 1 ഇനീഷ്യലൈസേഷൻ, 2 ടെസ്റ്റ് എക്സ്പ്രഷൻ, 3 ബോഡി ഓഫ് ലൂപ്പ്, 4 അപ്ഡേഷൻ. ഇങ്ങനെ 4 പാർട്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി വീണ്ടും നമ്മൾ എന്ത് പഠിച്ചു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂപ്സ് നമ്മൾ പഠിച്ചു. അതായത് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വെച്ചാൽ ഹിയർ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ഫസ്റ്റ്. And if it is true, the body of the statement is executed, or the statements that are constituting the body of the loop are being executed. ടെസ്റ്റ് എക്സ്പ്രഷൻ ആദ്യം പരിശോധിക്കും, ട്രൂ ആണോ നോക്കും. ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിൽ എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് എക്സിക്യൂട്ടഡ് ആവും. ഇതാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. ഓക്കെ, ടെസ്റ്റ് എക്സ്പ്രഷൻ ആദ്യം തന്നെ ഫാൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ടൈപ്പ് ലൂപ്പാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇതിലെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് ആദ്യം തന്നെ എൻ്റർ ചെയ്യാൻ ചെയ്യുന്നത്. അതായത് ഹിയർ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് അറ്റ് ദ ലാസ്റ്റ്. സോ ദ പ്രോഗ്രാം കൺട്രോൾ ഡയറക്ട്ലി ഗോസ് ഇൻ ടു ഓർ എൻറ്റേഴ്സ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് ആൻഡ് ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ബോഡി ഓഫ് ദ ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് one by one. Then after that the test expression is evaluated, and if it is true, the process is continued, or the program control again goes to the first line of the body of the loop, and this process is continued until the test expression becomes false. അതായത് ബോഡി ഓഫ് ദി ലൂപ്പിലൂടെ പ്രവേശിച്ചു, ബോഡി ഓഫ് ദി ലൂപ്പിൽ വരുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ലാസ്റ്റിലാണ് എവിടേക്ക് പോകുന്നത്? ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് പോയി, മുകളിലേക്ക് തന്നെ പോയി, ഓരോ സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഒന്നുകൂടി നോക്കും. അത് വീണ്ടും ട്രൂ ആണെങ്കിൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് ആ സമയത്ത് ലൂപ്പിന്റെ എക്സിക്യൂഷൻ അവസാനിക്കും. ഇതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പോൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ഒരു തവണ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ടഡ് ആവും. സോ ദ ബോഡി ഓഫ് ദി ലൂപ്പ് വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ് ഈവൻ ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഫാൾസ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ പോലും ഒരു പ്രാവശ്യം ബോഡി ഓഫ് ദി ലൂപ്പ് എന്തായാലും എക്സിക്യൂട്ടഡ് ആവും. അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത. അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പിന്റെ 2 എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വൈൽ ലൂപ്പ്, രണ്ടാമത്തത് ഫോർ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾഡ് കാറ്റഗറിയിൽ വരുന്നത് ഒരൊറ്റ ലൂപ്പാണ്, അതിന്റെ പേരാണ് ഡു വൈൽ ലൂപ്പ്. ഇതിൽ വൈൽ ലൂപ്പ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? എൻട്രി കൺട്രോൾഡ് ലൂപ്പിലത്തെ രണ്ടാമത്തെ ലൂപ്പായിട്ടുള്ള ഫോർ ലൂപ്പാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫോർ ലൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലൂപ്പ്. ഏതൊരു പർപ്പസിനും നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന ലൂപ്പാണ് ഫോർ ലൂപ്പ്. ഏറ്റവും സിമ്പിളായ ലൂപ്പാണ്, അതുകൊണ്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് ആദ്യം തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഫോർ ലൂപ്പ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. The speciality of this loop is that all the parts of the loop, that is initialization, test expression, updation, all these 3 parts are written in a single line. ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേഷനും ഒരു ലൂപ്പിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഈ 3 ഭാഗങ്ങളും
ഒരു ലൈനിലാണ് നമ്മൾ എഴുതുക. വൈൽ ലൂപ്പ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇനീഷ്യലൈസേഷൻ എവിടെ ഉണ്ടാവുക, വൈൽ എന്ന് പറയുന്ന കീവേഡിന്റെ മുകളിലാണ് ഉണ്ടാവുക. അതായത് വൈൽ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുക്കുക. ടെസ്റ്റ് എക്സ്പ്രഷൻ എവിടെയാണ് കൊടുക്കുന്നത്, വൈൽ എന്ന കീവേഡ് കഴിഞ്ഞിട്ട് പാരന്തസിസിലാണ് നമ്മൾ കൊടുക്കുക, അതായത് വൈലിന്റെ കൂടെ. ഇനി അപ്ഡേഷൻ എവിടെയാണ് എഴുതുന്നത്, അത് ബോഡി ഓഫ് ദി ലൂപ്പിന്റെ ഉള്ളിലാണ് എഴുതുക. അപ്പോൾ ഇതും സ്കാറ്റേഡ് ആയിട്ട് അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന ഈ 3 പാർട്സ്, ഓക്കെ, ഇത് 3 കൂടി ചേർത്ത് ഒരൊറ്റ സിംഗിൾ ലൈനിൽ എഴുതുന്ന മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, ഫോർ ലൂപ്പിന്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ സിൻടാക്സിലേക്ക് വരാം. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിൻടാക്സ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നത്, ആദ്യം ഫോർ എന്ന് പറയുന്ന കീവേഡ്, ഇതൊരു കീവേഡാണ്. കീവേഡ് എന്ന് വെച്ചാൽ എന്താണ്, റിസർവ്ഡ് വേർഡാണ്. ഇത് നമ്മൾ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. ഫോർ എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ എഴുതിയാലേ കറക്റ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, പാരന്തസിസ് ഓപ്പൺ ചെയ്യും, ദെൻ ഇനീഷ്യലൈസേഷൻ എഴുതുന്നു. ഓക്കെ, അതായത് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ഇനീഷ്യലൈസേഷൻ. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആദ്യത്തെ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇനീഷ്യലൈസേഷൻ. അതിനുശേഷം ഒരു സെമികോളൻ വരും. അത് കഴിഞ്ഞാൽ പിന്നെ എഴുതുന്നത് എന്താണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷന് 2 വാല്യൂസ് വരാം, ഒന്ന് ട്രൂ, രണ്ടാമത്തത് ഫാൾസ്. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിൽ പ്രവേശിക്കും, ഇത് ഫാൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യില്ല. ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്താ എഴുതുന്നത്, സെമികോളൻ ഇടുന്നു, പിന്നെ അപ്ഡേഷൻ ആണ് എഴുതുന്നത്. അപ്ഡേഷൻ എന്ന് വെച്ചാൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ മോഡിഫൈ ചെയ്യാം. ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ആദ്യം ഒരു വാല്യൂ ഇവിടുന്ന് കൊടുത്തല്ലോ, ആ വാല്യൂവിൽ മോഡിഫിക്കേഷൻ വരുത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അപ്ഡേഷൻ. അതായത് അത് കൂട്ടുക, കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഒക്കെയാണ് നോർമലി ഇവിടെ അപ്ഡേഷൻ ആയിട്ട് വരാറുള്ളത്. അത് മാത്രമല്ല വേറെയും വരാം. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇവിടെ പാരന്തസിസ് ക്ലോസ് ചെയ്യും. ഇവിടെ ഓപ്പൺ ചെയ്ത പാരന്തസിസ് ഇവിടെ ക്ലോസ് ചെയ്യും. പിന്നെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യും. കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, എക്സെട്ര എക്സെട്ര നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട എത്ര സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അതൊക്കെ 1 by 1 ആയിട്ട് എഴുതും. എല്ലാം എഴുതി കഴിഞ്ഞാൽ കേളി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്യും. ഇതാണ് ഫോർ ലൂപ്പിന്റെ ജനറൽ സിൻടാക്സ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ കേളി ബ്രേസ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇത് ഓപ്ഷണൽ ആണ്. എപ്പോ ഇഫ് യു ഹാവ് ഓൺലി 1 സ്റ്റേറ്റ്മെന്റ് ടു ബി എക്സിക്യൂട്ടഡ്, ഈ ഫോർ ലൂപ്പിൽ റിപ്പീറ്റ് ചെയ്യാൻ ആകെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളുവെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് കേളി ബ്രേസ്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ കേളി ബ്രേസ് നിർബന്ധമായിട്ടും ഇടണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തൽക്കാലം ആദ്യം എഴുതിയ പോലെ തന്നെ ആക്കാം, സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 ആണ്. അപ്പോൾ സിൻടാക്സ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. വൈൽ ലൂപ്പിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യാം. അതായത് പ്രിന്റിംഗ് ദ നമ്പേഴ്സ് ഫ്രം 1 to 10, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അതെങ്ങനെ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യും നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്, നമുക്കൊരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വേണം. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ട് നോർമലി ഉപയോഗിക്കാറുള്ളത് ഏതാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയിട്ടുള്ള ഐ ആണ്, സ്മോൾ ലെറ്റർ ഐ ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ ഡിക്ലെയർ ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ദാറ്റ് ഈസ് ഇന്റ് ഐ. ഐ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ആണ്, അതിവിടെ ഡിക്ലെയർ ചെയ്യും. ഇനി നമുക്ക് ഡയറക്ട്ലി ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഫോർ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള ഐക്ക് ഇപ്പോൾ ഒരു വാല്യൂ കിട്ടിയിട്ടില്ല, ഐക്ക് ഫസ്റ്റ് വാല്യൂ കിട്ടണം. ഇനീഷ്യലൈസ് ചെയ്യാന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, ഗിവിംഗ് ദ ഇനീഷ്യൽ വാല്യൂ ടു ഐ ഓർ പ്രൊവൈഡിങ് ആൻ ഇനീഷ്യൽ വാല്യൂ ഫോർ ഐ. അപ്പോൾ
ഇവിടെ ഐ എന്ന് പറയുന്ന വേരിയബിളിന് ആദ്യം കിട്ടേണ്ട വാല്യൂ എന്താണ്? നമുക്ക് ആദ്യം പ്രിന്റ് ചെയ്യേണ്ട നമ്പർ ഏതാണോ അതാണ് ആദ്യം കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രോഗ്രാമിന്റെ എയിം എന്താണ്? 1 to 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാം. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം പ്രിന്റ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? 1 അല്ലേ? അപ്പോൾ ഐ എന്ന് പറയുന്ന ലൂപ്പ് കൺട്രോൾ വേരിയബിളിലേക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ട വാല്യൂ ഏതാണ്? 1. അപ്പോൾ ജസ്റ്റ് അസൈൻ ദ വാല്യൂ 1 to ഐ യൂസിങ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. എങ്ങനെ എഴുതും? ഐ ഈക്വൽ ടു അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു 1. ഐ ഈക്വൽ ടു 1. ഇനി അടുത്തത് ഇപ്പോൾ ഇനീഷ്യലൈസേഷൻ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ഏതാ എഴുതേണ്ടത്? ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് എഴുതേണ്ടത്. ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവിടെ ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഏത് വരെ പോകണം? 1 തുടങ്ങി 10 വരെ പോകണം. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ 10 ആവുന്നത് വരെ അതാണ് നമ്മുടെ എക്സ്പ്രഷൻ ആയിട്ട് വരേണ്ടത്. When the value of I becomes 11, stop the process. 10 ആവുമ്പോഴും വേണം. 11 ആവുന്ന സമയത്ത് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഒരിക്കലും ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ റിലേഷണൽ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? 11 എന്ന് വെച്ചാൽ നമുക്കറിയാം 10നേക്കാളും വലുതാണ് അല്ലേ? 10 എന്ന് വെച്ചാൽ ഈക്വൽ ആണ്. 10 is equal to 10. ഇനി അതിന് താഴെയുള്ള നമ്പേഴ്സോ 9 8 7 ഒക്കെ പറയുന്ന നമ്പേഴ്സൊക്കെ 10നേക്കാളും എന്താണ്? ചെറുതാണ്. അപ്പൊ 10നേക്കാളും ചെറുതും 10നോട് ഈക്വലും ആവുന്ന സമയത്ത് ഈ ഐ എന്ന് പറയുന്ന വേരിയബിളിൽ വരുന്ന വാല്യൂ അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 10 എന്ന് പറയുന്ന നമ്പറിനേക്കാളും താഴെയോ അല്ലെങ്കിൽ 10ന് തുല്യമോ ആവുമ്പോൾ when the value of I is less than 10 or equal to 10, ഐയിലുള്ള വാല്യൂ 10നേക്കാളും ചെറുതോ അല്ലെങ്കിൽ 10ന് ഈക്വലോ ആവുമ്പോഴാണ് ഈ കണ്ടീഷൻ ട്രൂ ആവേണ്ടത്. ഓക്കെ, അതാണ് അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതും? ആദ്യം ലെസ് ദാൻ കൊടുക്കുന്നു, ഇനി ഈക്വൽ ടു കൊടുക്കുന്നു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അങ്ങനെ നമ്മൾ ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫ്രെയിം ചെയ്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, അതായത് ഐയുടെ വാല്യൂ 10നേക്കാളും താഴെയോ അല്ലെങ്കിൽ 10ന് ഈക്വലോ ആവുമ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്. ഈ കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഓരോ പ്രാവശ്യവും ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ചേഞ്ച് ആവണം. അതാണ് അടുത്തത് എഴുതേണ്ടത് അപ്ഡേഷൻ. എത്ര വെച്ച് കൂട്ടണം? ആദ്യം നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 1 ആണ്, രണ്ടാമത് പ്രിന്റ് ചെയ്യേണ്ടത് 2 ആണ്. അപ്പോൾ 1 നിന്ന് 2ലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണ്ടേ? പിന്നെ അടുത്ത പ്രിന്റ് ചെയ്യേണ്ടത് 3 ആണെങ്കിൽ 2 നിന്ന് 1 കൂടി ആഡ് ചെയ്യണം, പിന്നെ 3 നിന്ന് 1 കൂടി ആഡ് ചെയ്യണം. അങ്ങനെ 1 വെച്ച് ആഡ് ചെയ്ത് പോകണം. ഇപ്പോൾ ഐയിൽ എന്താണോ ഉള്ളത് ആ വാല്യൂവിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അതായത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പ്ലസ് പ്ലസ്. ഈ പ്ലസ് പ്ലസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഇൻക്രിമെന്റിങ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ബൈ 1. ഒരു വേരിയബിളിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത വാല്യൂവിൻ്റെ കൂടെ 1 കൂട്ടും, 1 കൂട്ടിയിട്ട് അതിൻ്റെ വാല്യൂ 1 ഉയർത്തും. അതാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? ഐ പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സ്റ്റേറ്റ്മെന്റ്സ് എഴുതി. ഈ ഫോർ ലൂപ്പിൽ വരുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ്. ഒന്ന് ഏതാണ്? ഇനിഷ്യലൈസേഷൻ എഴുതി, ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതി, പിന്നെ അപ്ഡേഷൻ എഴുതി. ഇനി ബോഡി ഓഫ് ദി ലൂപ്പാണ് നമുക്ക് എഴുതാനുള്ളത്. ബോഡി ഓഫ് ദി ലൂപ്പിൽ എന്താണ് എഴുതേണ്ടത്? നമ്പർ പ്രിന്റ് ചെയ്യല്ലേ വേണ്ടത്? 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ് ഏതാണ്? C++ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് cout. ഓക്കെ, എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ദ വാല്യൂ ഓഫ് ഐ. ഐയിൽ എന്താണോ ഉള്ളത് അതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഐയിൽ ആദ്യം 1 ആയിരിക്കും, പിന്നെ 2 ആവും, 3 ആവും, 4 ആവും, അങ്ങനെ മാറി മാറി വരും. സോ ഐ എഴുതി, cout ഐ. ഇനി ഇവിടെ ഒരു /n കൂടി കൊടുക്കണം. ഇത് എന്തിനു വേണ്ടിയാണ്? 1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രിന്റ് ചെയ്യേണ്ടത് അതേ ലൈനിലല്ല, നെക്സ്റ്റ് ലൈനിലാണ്. 3 പ്രിന്റ് ചെയ്യേണ്ടത് അതും കഴിഞ്ഞുള്ള ലൈനിലാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഐ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ /n ഇട്ടാൽ അടുത്ത ലൈനിലേക്ക് പോകും. പിന്നെ അടുത്ത ലൈനിലാണ് നെക്സ്റ്റ് നമ്പർ പ്രിന്റ് ചെയ്യുക, അതിൻ്റെ അടുത്ത ലൈനിലാണ് അടുത്ത നമ്പർ പ്രിന്റ് ചെയ്യുക. അങ്ങനെ ഈ പ്രോസസ്സ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഐ ഇവിടെ ഡിക്ലെയർ ചെയ്തു. വാട്ട് ഈസ് ദ ഫസ്റ്റ് വാല്യൂ ഓഫ് ഐ? ഐക്ക് ആദ്യം ഒരു വാല്യൂ കിട്ടിയിട്ടില്ല, വേണമെങ്കിൽ നമുക്കൊരു ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐക്ക് ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഈ സമയത്ത് ഐക്ക് ഒരു വാല്യൂ ഇല്ല. ഓക്കെ, ഇനി ഇവിടെ വരുന്ന സമയത്ത് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐ ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഐ എത്രയും 1 ആയി, ഐയുടെ വാല്യൂ എത്രയും 1 ആയി. ഇനി അടുത്തത് ഇത് കഴിഞ്ഞാൽ അടുത്തത് ഇവിടേക്കാണ് പോവാം. ഇവിടെ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഐ 1 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കറിയാം 1 10-നേക്കാളും ചെറുതാണ്. സോ ദ വാല്യൂ റിട്ടേൺ ബൈ ദിസ് കണ്ടീഷൻ ഓർ ദ വാല്യൂ ഓഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ അല്ലേ? 1 10-നേക്കാളും ചെറുതായതുകൊണ്ട് ഈ കണ്ടീഷന്റെ വാല്യൂ എന്താണ്? ഇപ്പോൾ റിസൾട്ട് എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഇത് ട്രൂ ആയതുകൊണ്ട് പിന്നെ നേരെ പോവുകയാണ്. ഇവിടുന്ന് നേരെ വരുന്നത് ഈ ബോഡി ഓഫ് ദി ലൂപ്പിലേക്കാണ് വരിക. ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നിട്ട് ഈ സി ഔട്ട് ഐ എന്ന് പറയുന്ന ആ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിച്ചു? 1 പ്രിന്റ് ചെയ്തു, സ്ക്രീനിൽ 1 പ്രിന്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം സ്ലാഷ് എന്നാണുള്ളത്. സ്ലാഷ് എന്ന് പറയുമ്പോൾ അടുത്തത് 2 പ്രിന്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നെക്സ്റ്റ് ലൈനിൽ അവിടെ റെഡി ആയി നിൽക്കും. പ്രിന്റ് ചെയ്യില്ല, അവിടെ കൺട്രോൾ ഇവിടേക്ക്, പ്രോഗ്രാം കൺട്രോൾ ഇവിടെ എത്തി റെഡി ആയി നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഇതിന് ശേഷം ഈ ലൈൻ കഴിഞ്ഞാൽ വീണ്ടും പോകുന്നത് എവിടേക്കാണ്? ഈ അപ്ഡേഷനിലേക്കാണ് വരുന്നത്. അപ്ഡേഷനിൽ എന്താണ്? ഇപ്പോൾ ഐയുടെ വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻക്രിമെന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഐ എത്രയും 2 ആയി. അഗൈൻ ഇവിടെ ചെക്ക് ചെയ്യും. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടേക്ക് തന്നെയാണ് വരുന്നത്, ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരും. അവിടെ ചെക്ക് ചെയ്തു, ഇപ്പോൾ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ചെക്ക് ചെയ്തു, ഇപ്പോഴും ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് വീണ്ടും സി ഔട്ട് ഐ എന്ന് പറഞ്ഞ വന്നു. ഇവിടെ 2 പ്രിന്റ് ചെയ്തു. 2 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലാഷൻ വഴി ഇവിടെ വന്നു. പിന്നെ നേരെ പോകുന്നത് ഐ പ്ലസ് പ്ലസിലേക്കാണ്. അപ്പോൾ ഐ എത്രയും 3 ആയി. 3 ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിൽ വന്ന് ചെക്ക് ചെയ്തു. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ചെക്ക് ചെയ്തു, ഇപ്പോഴും ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നേരെ സി ഔട്ട് ആയി ഇതിൽ വന്നു. ഇവിടെ എന്ത് ചെയ്തു? 4 പ്രിന്റ് ചെയ്തു. സോറി, ഇവിടെ 4 പ്രിന്റ് ചെയ്തു, 3 പ്രിന്റ് ചെയ്തു. ഓക്കെ, 3 ഇവിടെ പ്രിന്റ് ചെയ്തു. 3 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐ പ്ലസ് പ്ലസിലേക്ക് വന്നപ്പോൾ എത്രയായി? 4 ആയി. അപ്പോൾ വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടാണ്. അങ്ങനെ അവസാനം 10 ആയി. ഇവിടെ അതേമാതിരി തന്നെ പ്രിന്റ് ചെയ്തു. ലാസ്റ്റ് 10 പ്രിന്റ് ചെയ്തു. 10 വരെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. 10 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എത്രയും 11 ആയി. ഓക്കെ, 11 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടേക്കാണ് വരുന്നത് 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ കണ്ടീഷൻ എന്തായി? ഫാൾസ് ആയി. കണ്ടീഷൻ ഫാൾസ് ആവുന്നതോടുകൂടി പിന്നെ നേരെ പോവുക ഇവിടേക്കാണ്, അതായത് ഈ ലൂപ്പിന്റെ താഴെ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കേളി ബ്രേസ് ഇടാം കേട്ടോ. കേളി ബ്രേസ് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇത് ഇടാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ ആകെ ഒരു ലൈനേ ഉള്ളൂ. ബോഡി ഓഫ് ദി ലൂപ്പിൽ ആകെ ഒറ്റ ലൈനേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ കേളി ബ്രേസസ് ഒഴിവാക്കിയത്. കേളി ബ്രേസ് ഇട്ടാലും തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ താഴെ എന്താണോ ഉള്ളത്, ഇവിടെ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ നമ്മൾ എഴുതിയത് അതിലേക്കാണ് പിന്നെ പോവുക. ഇതാണ് ഫോർ ലൂപ്പിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതൊരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലൂപ്പാണ്. സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ ഇത് മൂന്നും ഒറ്റ ലൈനിലാണ് വരുന്നത്. വേറെ വേറെ ആയിട്ടല്ല കിടക്കുന്നത്, സിംഗിൾ ലൈനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ലൂപ്പാണ് ഇത് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ an exit controlled loop. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പോയിന്റ്, the loop will be executed at least once. ഈ ലൂപ്പ് മിനിമം ഒരു പ്രാവശ്യം എക്സിക്യൂട്ടഡ് ആവും. നിർബന്ധമായിട്ടും ഒരു പ്രാവശ്യം എക്സിക്യൂട്ടഡ് ആവും. കാരണം എന്താണ്? ഈ ലൂപ്പിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവസാനമായതുകൊണ്ട്. ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യണം. അവിടെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് ബോഡി ഓഫ് ദി ലൂപ്പ്
ഒരു പ്രാവശ്യം മിനിമം എന്തായാലും എക്സിക്യൂട്ടഡ് ആവും. അതാണ് ഈ ലൂപ്പിന്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് ഡു വൈൽ ലൂപ്പിന്റെ ജനറൽ സിന്റാക്സ്. ആദ്യം എന്താണ്? ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ്. ദെൻ ഡു എന്നുള്ള കീവേഡ് ഒരു കീവേഡാണ്. ഡു എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ദെൻ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യും. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3 അങ്ങനെ പോകും. ഇതൊക്കെ ബോഡി ഓഫ് ദ ലൂപ്പാണ്. ബോഡി ഓഫ് ദ ലൂപ്പിന്റെ ഭാഗമാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എക്സെട്ര അപ്ഡേഷൻ അടക്കം. ഓക്കെ, അപ്പോൾ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന ബോഡി ഓഫ് ദ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ വരിക. ബോഡി ഓഫ് ദ ലൂപ്പ് കഴിഞ്ഞാൽ ഇവിടെ കേർലി ബ്രേസ് ക്ലോസ് ചെയ്തു. പിന്നെ വൈൽ എന്ന് പറയുന്ന കീവേഡ്, ഡു വൈൽ എന്നാണ് അതിന്റെ പേര്. വൈൽ എന്നുള്ള കീവേഡ് ബ്രാക്കറ്റ്സിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. പിന്നെ സെമികോളൻ നിർബന്ധമായിട്ട് വേണം. ഈ സെമികോളൻ നിർബന്ധമാണ്, കമ്പൽസറി ആണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സിന്റാക്സ്. ആൻഡ് ഇഫ് യു ആർ എലിമിനേറ്റ് ഓർ ഒമിറ്റിംഗ് ദിസ് സെമികോളൻ, ഇറ്റ് വിൽ റിപ്പോർട്ട് ഓർ ജനറേറ്റ് എ സിന്റാക്സ് എറർ. സെമികോളൻ ഇട്ടിട്ടില്ലെങ്കിൽ സിന്റാക്സ് എററിലേക്ക് പോകും. ഓക്കെ, ഇതാണ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ അല്ല ഉള്ളത്, ബിഗിനിങ്ങിലല്ല. ടെസ്റ്റ് എക്സ്പ്രഷൻ എവിടെയാണ് കാണാൻ പറ്റുന്നത്? അവസാനമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ചെക്കിംഗ് ഇല്ലാതെ നേരെ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 അങ്ങനെ ലൂപ്പിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു, എൻ്റർ ചെയ്തു. പിന്നെ ലാസ്റ്റിൽ ആണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ടഡ് ആവും, അത് നിർബന്ധമാണ്. ഓക്കെ, ദെൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം വൈൽ ലൂപ്പ് പോലെ തന്നെയാണ്. വൈൽ ലൂപ്പിൽ നമ്മൾ ഇങ്ങനെയല്ല പഠിച്ചത്. വൈൽ ലൂപ്പിൽ എങ്ങനെയാണ് വ്യത്യാസം? ഈ വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നുള്ളത് ഇവിടെ വരും, ബിഗിനിങ്ങിലെ വരിക, ബാക്കിയൊക്കെ സെയിം ആണ്. സോ ഡു വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് ഇറ്റ് ഈസ് സിമിലർ ടു ദ സിന്റാക്സ് ഓഫ് വൈൽ ലൂപ്പ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഡു വൈൽ ലൂപ്പ് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അതായത് പ്രിന്റിംഗ് ദ നമ്പേഴ്സ് ഫ്രം 1 to 10. അപ്പോൾ ആദ്യം നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു, ദെൻ ഡു എന്ന് പറയുന്ന കീവേഡ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ബോഡി ഓഫ് ദ ലൂപ്പിലത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സി ഔട്ട് ഐ /n, then updation statement. While I less than or equal to 10. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാണ് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ലൂപ്പ് ബോഡി അല്ലെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ്. ഈ കേർലി ബ്രേസിന്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ഒന്ന് സി ഔട്ട് ഐ, രണ്ടാമത്തത് ഐ പ്ലസ് പ്ലസ്, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് ബോഡി ഓഫ് ദ ലൂപ്പ് ഓർ ലൂപ്പ് ബോഡി. ഇനി അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതാണ് അപ്ഡേഷൻ. അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഐ പ്ലസ് പ്ലസ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതാണ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ വൈൽ ലൂപ്പിൽ പഠിച്ച പോലെ തന്നെ ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേഷനും ഒരുമിച്ചല്ല, വേറെ വേറെ സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. ഇനീഷ്യലൈസേഷൻ ഇവിടെ ഏറ്റവും ആദ്യമാണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ഏറ്റവും താഴെയാണ്, അപ്ഡേഷൻ എവിടെയാണ്? ബോഡി ഓഫ് ദ ലൂപ്പിന്റെ ഉള്ളിലാണ്. ഫോർ ലൂപ്പിൽ നമ്മൾ എങ്ങനെ പഠിച്ചത്? ഈ ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേഷനും എങ്ങനെയാണ്? ഒന്നിച്ചൊരു ലൈനിലാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഡു വൈൽ ലൂപ്പിലും ഇതേ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഫോർ ലൂപ്പിൽ ഈ പറയുന്ന 3 പാർട്സ് ഒന്നിച്ചാണ് എഴുതുന്നത്. അതാണ് വ്യത്യാസം. ഇതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഡു വൈൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ?
അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം.